ശ്ലീഹാകാലം 6-ാം ഞായർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 57 മുതൽ 13-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ. എതിരാളിയുമായുള്ള ഒത്തുതീർപ്പ്, മാനസാന്തരം എന്നീ വിഷയങ്ങളിലൂടെ കർത്താവ് ഈശോമിശിഹാ ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുകയാണ്. ഈ സുവിശേഷ ഭാഗങ്ങൾക്ക് ആമുഖമായ നമ്മൾ വായിക്കാത്ത സുവിശേഷ ഭാഗം കാലത്തിൻ്റെ അടയാളങ്ങളെ നമ്മൾ തിരിച്ചറിയണമെന്ന കർത്താവിൻ്റെ ഉദ്ബോധനം ഉൾക്കൊള്ളുന്നവയാണ്. എന്താണ് കാലത്തിൻ്റെ അടയാളങ്ങൾ? അവ കാലമാകുന്ന, സമയമാകുന്ന വഴിയിലൂടെ നമ്മൾ ജീവിതത്തിൻ്റെ തീർത്ഥയാത്ര നടത്തുമ്പോൾ അടയാളങ്ങൾ കണ്ടും മനസ്സിലാക്കിയും മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് ആവർത്തിക്കപ്പെടുന്ന സൂചനകളാണ്. ആവർത്തിക്കപ്പെടുക കൊണ്ടാണ് അവ അടയാളങ്ങളാകുന്നത്. നമ്മുടെ റോഡുകളുടെ വശങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. ഇറക്കം, കയറ്റം, കവല എന്നിവയൊക്കെ കാണിക്കുവാൻ അടയാളങ്ങളുണ്ട്. അതുപോലെ അപകട സൂചനകൾ നൽകുന്ന അടയാളങ്ങളുമുണ്ട്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ പ്രകൃതി മുൻകൂട്ടായി നമുക്ക് നൽകുന്നുണ്ട്. അവയെക്കുറിച്ചാണ് കർത്താവ് വ്യക്തമായി പറയുന്നത്. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തതെങ്ങനെ? സമയത്തിൻ്റെ അടയാളങ്ങൾ അറിയുവാൻ നമ്മൾ പഠിക്കണം. ഈ അറിവിലൂടെ ഉരുത്തിരിയുന്ന ഒരു വിജ്ഞാനമുണ്ട്. അടയാളങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുമ്പോഴാണ് വിജ്ഞാനം രൂപം കൊള്ളുന്നത്. മുന്നറിയിപ്പാണ് വരാനിരിക്കുന്ന വിപത്തുകളെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത്. പ്രതിവിധികൾ കണ്ടെത്തുവാൻ ഈ മുന്നറിയിപ്പ് നമ്മെ സഹായിക്കും. മുൻകരുതലുകൾ സ്വീകരിക്കുവാനും അവ നമ്മെ സഹായിക്കും. ഈ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. 3 ഉദാഹരണങ്ങളിലൂടെ കർത്താവ് അടിസ്ഥാനപരമായി നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. ഒന്നാമത്, ശത്രുക്കളുമായി കോടതിയിലേക്ക് വഴക്കിന് തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നവൻ്റെ ഉപമയാണ്. എതിരാളി നിന്നേക്കാൾ ശക്തനും സ്വാധീനമുള്ളവനുമാണ്. വഴിമധ്യേ എതിരാളിയുമായി ഒത്തുതീർപ്പുണ്ടാക്കുവാനും വിട്ടുവീഴ്ചയോടെ തീർപ്പ് കൽപ്പിക്കുവാനുമാണ് കർത്താവ് ഉപദേശിക്കുന്നത്. രണ്ടാമത്തെ ഉപമയിൽ പീലാത്തോസ് എന്ന ഭരണാധികാരിയുടെ ക്രൂരകൃത്യത്തിന് ഇരയാകുന്നവരെ കുറിച്ചാണ്. ബലിയർപ്പിക്കുന്ന ഗലീലിയക്കാരെ പീലാത്തോസ് ബലിമൃഗങ്ങളാക്കുന്നു. തെറ്റ് ആരുടേതെന്നും കർത്താവ് പറയുന്നില്ല. സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്തിക്കൊണ്ട് ഈശോ പറയുകയാണ്, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. മൂന്നാമതായി ഉപമാരൂപത്തിൽ വിവരിക്കപ്പെടുന്ന സംഭവം 18 പേർക്കുണ്ടായ അപകട മരണമാണ്. ഒരു ഗോപുരം തകർന്നു വീണ് അതിനുള്ളിൽ ഉണ്ടായിരുന്ന 18 പേർ ദാരുണമായി മരിച്ചു. അത്യാഹിതങ്ങൾക്ക് പിന്നിൽ ദൈവകോപമുണ്ട് എന്ന ചിന്തയെ ഏറ്റെടുക്കാതെയും തള്ളാതെയും കർത്താവ് ആവർത്തിക്കുകയാണ്, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. എന്താണ് മാനസാന്തരം? ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഉറപ്പില്ലാത്തതാണ്. ഉറപ്പില്ലാത്ത അടിത്തറ പോലെ. അവിടെ ഉറപ്പുള്ള ഭവനം പണിയാൻ പറ്റുകയില്ല. അതുപോലെ ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും എന്ന് വാശി പിടിക്കുന്നവൻ ഒഴുക്കിൽ നിൽക്കുന്നവനെ പോലെ ആയിരിക്കും അവൻ്റെ മാറാത്ത മനോഭാവം. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകും. അവൻ ആഴത്തിലേക്ക് താണുപോകും. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവമാറ്റം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തതെങ്ങനെ? ഭാവമാറ്റങ്ങളും പ്രകൃതി എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനെ നമ്മുടെ മുഖഭാവങ്ങളോട് ഉപമിക്കാം. മുഖത്ത് പ്രകടമാണ് മാറി മാറി വരുന്ന ഭാവങ്ങൾ. മുഖത്തെ ആകാശത്തോട് ഉപമിക്കാം. മുഖത്തിന് അമ്പരം എന്ന പര്യായമുണ്ട്. അമ്പരം ആകാശമാണ്. നമ്മുടെ മുഖം പോലെയാണ് ആകാശവും. അതിൽ വ്യത്യസ്തങ്ങളായ മുഖഭാവങ്ങൾ പ്രകടമാകുന്നു. അതിനൊരു വ്യക്തിത്വമുള്ളതുപോലെ. അതിൽ ദൈവത്തിൻ്റെ മുഖവും കാണുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. പ്രകൃതിയിലൂടെയും ദൈവം തൻ്റെ മുഖം കാണിക്കുന്നുണ്ട്. ആ മുഖത്തെ ഉറ്റുനോക്കി അവിടെ തെളിയുന്ന വ്യത്യാസങ്ങളുടെ അർത്ഥം കണ്ടുപിടിക്കണം. അതിന് കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് വ്യാഖ്യാനിച്ചെടുക്കുക എന്നതാണ്. അടയാളങ്ങളെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അടയാളങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ് അവയ്ക്ക് അടയാളത്തിൻ്റെ അർത്ഥമുണ്ടാകുന്നത്. അടയാളം മറ്റൊന്നിനെ കാണിക്കാനും വെളിപ്പെടുത്താനുമാണ്.
മറ്റൊന്ന് എന്നത് മറിഞ്ഞിരിക്കുന്ന എന്തോ ഒന്നാണ്. കാറ്റും മഴയും ചൂടും തണുപ്പും ഒക്കെ ഒരു പ്രത്യേക സമയത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് മാറി മാറി വരുന്ന സമയപ്രവാഹത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ അടയാളങ്ങളാണവ. മുൻകൂട്ടി അറിയുന്നതിനാൽ അതിനൊരു പ്രവചനാത്മകതയുണ്ട്. സമയത്തിൻ്റെ പ്രവചനാത്മകത എന്നത് ഭാവിയുടെ ഒരു വെളിപ്പെടുത്തലാണ്. ഭാവിയുടെ ഭാവത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഓരോ ആവിഷ്കാരത്തിൻ്റെ ആവർത്തനമായിട്ടായിരിക്കുകയല്ല ഉരുത്തിരിയുന്ന ഭാവി. അതായത് ഭാവി എന്നത് മൊണോട്ടോണസ് ഏകദാനം അല്ല. വ്യതിയാനങ്ങൾ, പുതിയ കുതിപ്പുകൾ, പുതിയതിൻ്റെ ഉരുത്തിരിയൽ എന്നിവയെല്ലാമുണ്ട് വരാനിരിക്കുന്നവയിൽ. അവ നമ്മിൽ നിന്നും മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തുന്ന ചില അടയാളങ്ങളുണ്ട്. അവ ആവർത്തിക്കപ്പെടുന്നു. ഭാവിയിൽ ഉരുത്തിരിയുന്നവയെ നമ്മൾ വായിച്ചെടുക്കണം. അവയ്ക്ക് പിന്നിൽ ജാഗ്രത ഉണ്ടായിരിക്കണം. ജാഗ്രത എന്നത് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഉറക്കത്തിലേക്ക് വഴുതിപ്പോകരുത്. അതിനാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എന്ന്. സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ, സമയത്ത് പ്രതിവിധികൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് ചെന്ന് ചാടും, ഒരു ശത്രുവിൻ്റെ മുന്നിലേക്ക് എന്ന പോലെ. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗത്ത് നമ്മൾ കാണുന്നത്. എതിരാളി കൂടെയുണ്ട്. വിധിയാളൻ്റെ അടുത്തേക്ക് നീയും അവനും ഒന്നിച്ചാണ് പോകുന്നത്. ഒന്നിച്ചു പോകുമ്പോൾ അവൻ്റെ മനോഭാവവും മുഖഭാവവും സൂക്ഷിച്ച് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അവൻ എത്ര അപകടകാരിയാണെന്ന് മുൻകൂട്ടി അറിയണം. നിന്റെ ഭാഗം എത്ര ബലഹീനമാണെന്നും അവൻ്റെ വാദഗതി എത്ര ശക്തമാണെന്നും അറിയുമ്പോൾ വിധി ഏത് പക്ഷത്തിന് അനുകൂലമെന്ന് ഊഹിച്ചെടുക്കാം. അതാണ് അടയാളങ്ങളെ വ്യാഖ്യാനിക്കുക എന്നതിൽ ഇവിടെയുള്ള അർത്ഥം. വരാനിരിക്കുന്ന പ്രതികൂല വിധിയെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കണം. ചില വിട്ടുവീഴ്ചകൾ വരുത്തണം. വേണ്ടി വന്നാൽ ക്ഷമ ചോദിക്കണം. ചിലതൊക്കെ നഷ്ടപ്പെടുത്തി നഷ്ടപരിഹാരം ചെയ്യുവാനും തയ്യാറാകണം. അപ്പോൾ ഒരുവന് വലിയൊരു ശിക്ഷയിൽ നിന്ന് ഒഴിവാകുവാനും രക്ഷപ്പെടുവാനും സാധിക്കും. ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്തിൻ്റെ പ്രസക്തി. ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നോ പ്രകൃതിയിൽ നിന്നോ ശിക്ഷ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു എന്ന് കരുതുന്നവർ നമുക്കൊരടയാളമാണ്. അത് നമുക്കും സംഭവിക്കാം എന്ന മുന്നറിയിപ്പായി, അതിൻ്റെ അടയാളമായി ഈ ഉദാഹരണങ്ങളെ കാണുമ്പോൾ അത് നമുക്കൊരു മുന്നറിയിപ്പും പാഠവുമായിരിക്കണം. അതറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിന് വരുത്തുന്ന മാറ്റമാണ് മാനസാന്തരം. തെറ്റില്ലാത്തവർ ആരുമില്ല. തെറ്റിന് പ്രകൃതിയും ദൈവവും ഒരു തിരുത്തൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, പുഴ കടക്കാൻ ഒരുങ്ങി ഇറങ്ങുന്നവൻ പുഴയിൽ കുത്തൊഴുക്ക് കൂടുന്നത് അടയാളങ്ങളിലൂടെ അറിയാൻ സാധിക്കുകയാണെങ്കിൽ പുഴ മറികടക്കാൻ തുനിയുകയില്ല. അപകടകരമായ യജ്ഞത്തിൽ നിന്നും അവൻ പിന്തിരിയും. അതാണ് മാനസാന്തരം. എത്രയെത്ര അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ടെക്സാസിലെയും ചൈനയിലെയും കാശ്മീർ പ്രദേശങ്ങളിലെയും കേരളത്തിലെയും തന്നെ വെള്ളപ്പൊക്കങ്ങളും വെള്ളപ്പാച്ചിലുകളും അവ വരുത്തിവെച്ച വിനയം നമ്മെ പേടിപ്പിക്കുന്നവയാണ്. അവ നമുക്ക് പാഠമാകണം. നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് അപ്രതീക്ഷിതമായ അപകട സാഹചര്യങ്ങളിലൂടെയാണ്. അവയെക്കുറിച്ചുള്ള അവബോധമുണ്ടാകണം. വേണ്ടി വന്നാൽ വേണ്ടിടത്ത് വഴി മാറിപ്പോകണം. പോകുന്ന വഴി സുരക്ഷിതമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വഴി മാറിപ്പോകുന്നത്. അതും മാനസാന്തരമാണ്. ഈ ചിന്തകളെല്ലാമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2 ഭാഗങ്ങളും പഠന ധ്യാന വിഷയമാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉരുത്തിരിയുന്നത്. മനുഷ്യ സൃഷ്ടിയായ 2 സാഹചര്യങ്ങളും ഒരു പ്രകൃതി ദുരന്തവുമാണ് മാനസാന്തരത്തിന് ആധാരമായി കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന 2 സംഭവങ്ങളും ഒരു ഉപമയും. അവയുടെ പിന്നിലെ ധാർമ്മികതയെക്കുറിച്ച് അവ്യക്തതയുണ്ട്. അതിനാൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ സാഹചര്യത്തോടോ പക്ഷം ചേരുവാൻ നമുക്ക് പ്രയാസമുണ്ട്. ധാർമ്മികതയാണോ കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചർച്ചാവിഷയമെന്ന് നമുക്ക് വ്യക്തതയില്ല. ചൂണ്ടുവിരൽ നമ്മിലേക്ക് തന്നെ തിരിയണം എന്നാണ് കർത്താവ് ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് ഉപമാവതാരണം വഴി നമ്മുടെ മുഖഭാവങ്ങൾ വായിച്ചെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ സദ്വാർത്തയിലേക്ക് നയിക്കുന്ന മനോഭാവമാറ്റം. അതാണ് മാനസാന്തരം.
എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് വ്യക്തമാക്കുന്നു. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. പരസ്പരം കണ്ടുമുട്ടുവാനും അറിയുവാനും അറിയിക്കുവാനുമുള്ള അവസരം നമുക്കുണ്ടാകട്ടെ. ഫാദർ ജെയിംസ് പുറത്തായിൽ. ഈ പ്രസംഗം വീഡിയോയിൽ പകർത്തുവാൻ സഹായിച്ച ഷൈനിക്ക് എൻ്റെ നന്ദി.